1888 ജൂലൈ മാസം ബോംബെ, ഇന്നത്തെ മുംബൈ തുറമുഖത്തു നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുകയായിരുന്നു AS വൈരാവതി. ആധുനിക സൗകര്യങ്ങളുള്ള ആ കാലത്തെ വലിയ കപ്പലുകളിൽ ഒന്നായിരുന്നു അത്. ഏകദേശം 800ഓളം യാത്രക്കാർ അതിലുണ്ടായിരുന്നു. വ്യാപാരികൾ, തീർത്ഥാടകർ, കൊച്ചിയിലേക്ക് മടങ്ങുന്ന സാധാരണക്കാർ എന്നിങ്ങനെ വലിയൊരു സംഘം. കടൽ അന്ന് ശാന്തമായിരുന്നു. ആരും ഒരു ദുരന്തം പ്രതീക്ഷിച്ചിരുന്നില്ല. ആ കറുത്ത രാത്രി. യാത്ര തുടങ്ങി 2 ദിവസം പിന്നിട്ടപ്പോൾ കാലാവസ്ഥ പെട്ടെന്ന് മാറി. അറബിക്കടലിന്റെ നടുവിൽ വെച്ച് കപ്പൽ ഒരു ഭീകരമായ ചുഴലിക്കാറ്റിൽ അകപ്പെട്ടു. അക്കാലത്ത് ഇന്നത്തെ പോലെ കൃത്യമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകാൻ സംവിധാനങ്ങളൊന്നുമില്ലായിരുന്നു. ഊറ്റിൽ തിരമാലകൾ കപ്പലിന് മുകളിലൂടെ ആഞ്ഞടിച്ചു. രാത്രിയായതോടെ കപ്പലിന്റെ വിളക്കുകൾ അണഞ്ഞു. എഞ്ചിൻ റൂമിൽ വെള്ളം കയറി. കപ്പൽ നിശ്ചലമായി. കപ്പലിന്റെ പായകളും പുകക്കുഴലുകളും തകർന്നു വീണു. ആളുകളുടെ നിലവിളികൾ കടലിന്റെ ഇരമ്പലിൽ മുങ്ങിപ്പോയി. ലൈഫ് ബോട്ടുകൾ ഇറക്കാൻ പോലും സമയം കിട്ടിയില്ല. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആ കൂറ്റൻ കപ്പൽ 2ആയി പിളർന്ന് കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയി. രക്ഷപ്പെട്ടവർ പറഞ്ഞ കഥ. ഏകദേശം 750ഓളം മനുഷ്യജീവനുകൾ ആ ഒറ്റ രാത്രി കൊണ്ട് കടലെടുത്തു. വെറും 40ഓളം പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. അവർ കടലിൽ ഒഴുകി നടന്ന തടി കഷ്ണങ്ങളിലും കപ്പലിന്റെ അവശിഷ്ടങ്ങളിലും തൂങ്ങിക്കിടന്ന് മണിക്കൂറുകളോളം മരണത്തോട് പൊരുതി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ആ വഴി വന്ന മറ്റൊരു കപ്പലാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കപ്പൽ ദുരന്തമായി ഇത് ഇന്നും അറിയപ്പെടുന്നു.